ഹായ് നമസ്കാരം. എസ് പി ഉള്ളലാണ്. സതീശന്റെ ആ മുഖ്യമന്ത്രി കസേര നേടിയെടുത്തത് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും വരെ മുൾമുനയിൽ നിർത്തിയാണ്. ചില കോൺഗ്രസ് നേതാക്കന്മാരിൽ നിന്ന് കിട്ടുന്ന സൂചനകൾ വെച്ച് മനസ്സിലാക്കുമ്പോൾ വയനാട്ടിൽ പ്രിയങ്ക ഗാന്ധിയെ വരെ തോൽപ്പിച്ച് വീട്ടിലിരുത്തുമെന്നുള്ള ശക്തമായിട്ടുള്ള നിർദ്ദേശവും ഭീഷണിയുമാണ് ഇന്നിപ്പോ വി സതീശൻ എന്ന തീരുമാനത്തിലേക്ക് AICC എത്തിച്ചേർന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ രാഹുൽ ഗാന്ധിയുടെയും പ്രിയങ്ക ഗാന്ധിയുടെയൊക്കെ സോഷ്യൽ മീഡിയയിൽ കിടന്ന് മൗദൂദികൾ മെഴുകിയതുപോലെ തന്നെ ആ തീരുമാനം പുറത്തു വന്നില്ലെങ്കിൽ കർണാടകയിൽ ഉൾപ്പെടെയുള്ള ഇടങ്ങളിൽ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്നുള്ള ഒരു ശക്തമായിട്ടുള്ള മുന്നറിയിപ്പ് AICC പറഞ്ഞാൽ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയുമാണല്ലോ. കാര്യം ഇവർ നേരത്തെ സുരക്ഷിത കേന്ദ്രം അല്ലെങ്കിൽ സുരക്ഷിത മണ്ഡലം എന്നുള്ള നിലയ്ക്ക് ലോക്സഭയിൽ മത്സരിക്കാൻ വന്നത് വയനാട്ടിലാണ്. വയനാട്ടിലേക്ക് വന്നതുകൊണ്ട് തന്നെ രാഹുൽ ഗാന്ധിയും ലീഗുമായിട്ടുള്ള ബന്ധവും പാണക്കാട് കുടുംബത്തിൽ നിന്നുൾപ്പെടെയും ഇതും പോരാഞ്ഞിട്ട് കർണാടകയിൽ നിന്നുള്ള ഇവരുടെ നെറ്റ്വർക്ക് ഉൾപ്പെടെയുള്ളവ ശക്തമായി സതീശന് നിലകൊണ്ടതാണ് ഒടുവിൽ നിൽക്കക്കള്ളിയില്ലാതെ രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കും സോണിയാഗാന്ധിക്കും ഇങ്ങനെ ഒരു തീരുമാനമെടുക്കേണ്ടി വരുന്നത്. എന്തൊരു അവസ്ഥയാണെന്ന് ആലോചിച്ച് നോക്കിയേ. ഒരു മുഖ്യമന്ത്രി സ്ഥാനത്തെ തീരുമാനിക്കാൻ കേരളത്തിലെ UDF-ലെ ഒരു രാഷ്ട്രീയ കക്ഷി എന്ന നിലയിൽ നിലകൊള്ളുന്ന, എന്നാൽ അത് രാഷ്ട്രീയ കക്ഷി അല്ല, അതിനകത്ത് മുഴുവൻ മതപരമായിട്ടുള്ള കൺസോൾട്ടേഷനാണ് നടന്നിരിക്കുന്നതെന്ന് കൃത്യമായി ബോധ്യപ്പെടുകയാണ്. അങ്ങനെ പോലും ഒരു മുഖ്യമന്ത്രി സ്ഥാനം പിടിച്ചെടുക്കാൻ പറ്റുന്ന രീതിയിലേക്ക് ഈ നാട്ടിൽ ഒരു വർഗീയ സംഘടനയെ വെള്ളപൂശിയതാണല്ലോ സതീശൻ ചെയ്ത ഏറ്റവും വലിയ ഉദാരമായിട്ടുള്ള പ്രവർത്തനം. ഏത്? വെൽഫെയർ പാർട്ടിയെ ഓൺ ചെയ്തുകൊണ്ട്, വെൽഫെയർ പാർട്ടി എന്ന് പറഞ്ഞാൽ അവർ തീവ്രവാദ നിലപാടില്ലാത്തവരാണെന്ന സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്തുകൊണ്ട് സതീശൻ അവരെ ഈ മുഖ്യധാരയിലേക്ക് ക്ഷണിച്ചു കൊണ്ടുവന്നു. അതിന് പ്രത്യുപകാരം മുഖ്യമന്ത്രി കസേര വാങ്ങിത്തരാം, തിരിച്ച് ഞങ്ങൾ പറയുന്ന കാര്യങ്ങളെല്ലാം ഈ നാട്ടിൽ നടക്കണം. ഈ രീതിയിലുള്ള ഒരു ഡീലിങ്സ് ആണ് നടന്നിരിക്കുന്നത്. കേരള രാഷ്ട്രീയത്തിൽ ഇന്ന് വരെ ഉണ്ടായ ചരിത്രത്തിൽ ഇത്രയും അപകടകരമായിട്ടുള്ള ഒരു രാഷ്ട്രീയ സാഹചര്യം ഉടലെടുത്തിട്ടില്ല. കാര്യം ഈ നാട്ടിൽ രാഷ്ട്രീയപരമായിട്ടുള്ള മത്സരങ്ങൾ നടന്നിട്ടുണ്ട്, അതിൽ മതസംഘടനകൾ ഇടപെട്ടിട്ടുണ്ട്. ആദ്യത്തെ EMS സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ പോലും അവരെ പുറത്താക്കാൻ വേണ്ടി നടത്തിയ നീക്കങ്ങൾ ഉൾപ്പെടെ കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ 10 വർഷം പൂർത്തീകരിച്ച ഒരു സർക്കാരിനെ അട്ടിമറിക്കാൻ മത കൺസോൾട്ടേഷൻ, എങ്ങനെ അതിതീവ്ര നിലപാടുള്ളവരെ ഒപ്പം ചേർത്ത് നിർത്തിക്കൊണ്ട് അവരെ ഒരു കവചമാക്കി നിർത്തിക്കൊണ്ട് അവരിലൂടെ സമ്മർദ്ദം ചെലുത്തി മുഖ്യമന്ത്രി കസേര പിടിച്ചു വാങ്ങാൻ പറ്റുമെന്നുള്ളത് ഈ സമൂഹത്തിന് കൊടുത്തിരിക്കുന്ന അപകടകരമായ സന്ദേശം ചെറുതല്ല എന്ന് പറയേണ്ടി വരികയാണ്. അത് ബാക്കിയുള്ള അല്ലെങ്കിൽ ഇതര മതസ്ഥരുടെ ഉള്ളിൽ സൃഷ്ടിക്കാൻ പോകുന്ന ആശങ്കയും ചില്ലറയല്ല എന്ന് ഈ സന്ദർഭത്തിൽ പറഞ്ഞില്ലെങ്കിൽ ഒരിക്കലും പറയാൻ പറ്റില്ല. കാര്യം അതിൻ്റെ അനുരണനങ്ങൾ, അത് ഈ മത്സരത്തിന് ശേഷം ചില മുദ്രാവാക്യം വിളി നിങ്ങൾക്ക് കഴിഞ്ഞ ഒരു വീഡിയോയിൽ കാണിച്ചിരുന്നു. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ നാട്ടിൽ ഒരു വിഭാഗക്കാർ അവർ വിചാരിക്കുന്ന കാര്യങ്ങളെല്ലാം സിമ്പിളായി നടപ്പാക്കുമെന്ന് തുറന്ന് കാട്ടിക്കൊടുക്കുമ്പോൾ രാഷ്ട്രീയത്തിൽ ഉൾപ്പെടെയാകട്ടെ അല്ലെങ്കിൽ ദേശീയ തലത്തിൽ പോലും സമ്മർദ്ദം ചെലുത്താനുള്ള ഒരു ശക്തികളാണ് കേരളത്തിൽ ഒരു മതവിഭാഗത്തിൻ്റെ രാഷ്ട്രീയ പാർട്ടി എന്ന ശക്തമായിട്ടുള്ള സന്ദേശം പുറത്തേക്ക് വരുമ്പോൾ AICC-യിൽ ഉള്ള രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും പോലും വാക്കുകൾ കൊണ്ടും സമ്മർദ്ദങ്ങൾ കൊണ്ടും ഇവർക്ക് പിടിച്ചു നിർത്താൻ പറ്റും എന്നുള്ള, അല്ലെങ്കിൽ അവരെ പോലും പരാജയപ്പെടുത്തുമെന്നുള്ള സന്ദേശം കൊടുത്തുകൊണ്ട് ഇവർക്ക് അനുകൂലമായിട്ട് അവരെ വഴങ്ങുന്ന രീതിയിലേക്ക് എത്തിച്ചുവെങ്കിൽ ഇത് ചെറിയ രാഷ്ട്രീയ കളിയല്ല. കേരളത്തിൻ്റെ സാമുദായിക അല്ലെങ്കിൽ സൗഹാർദ്ദ അന്തരീക്ഷത്തിന് മേൽ തീക്കൊള്ളി കൊണ്ട് തലചൊറിഞ്ഞ് നേടിയെടുത്ത മുഖ്യമന്ത്രി കസേരയാണെന്ന് വളരെ കൃത്യമായി പറയേണ്ടി വരികയാണ്. അങ്ങനെ ഈ സന്ദർഭത്തിൽ അത് പറഞ്ഞില്ലെങ്കിൽ കേരളത്തിൽ നാളുകളിൽ സംഭവിക്കാൻ പോകുന്ന ബാക്കിയുള്ള തുടർ ചലനങ്ങളെല്ലാം ഇതിൻ്റെ ഉള്ളതായിരിക്കും. എന്തായാലും ഇങ്ങനെ ഒരു നേട്ടം കൈവരിച്ചതിലൂടെ സതീശന് താൽക്കാലികമായി സന്തോഷം കിട്ടും. പക്ഷേ വരും കാലങ്ങളിൽ സതീശൻ എന്ന മുഖ്യമന്ത്രിയുടെ കസേരയുടെ അടിയിൽ ഒരു വലിയ ഈ കനല് ഇങ്ങനെ രൂപപ്പെടുന്നുണ്ട്. ആ കനല് രൂപപ്പെട്ട് ഉണ്ടാകാൻ പോകുന്ന ഒരു തീച്ചൂളയിലിരുന്ന് ഭരിക്കേണ്ട അവസ്ഥ വരുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല.